ഈ സന്ധ്യയ്ക്ക് മനോഹരമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ പരിസരവുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളെക്കാൾ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഉത്തരം പറയണേ. മുൻകാലങ്ങളെക്കാൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? കേൾക്കുന്നില്ല. ഉണ്ട്. ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഭാഷയിലുള്ള വ്യത്യാസം. മലയാളിക്ക് വന്ന് ഇപ്പം മലയാളം പറയാൻ അറിയാത്തത് കൊണ്ട് മലയാളത്തെ സർക്കാർ ഇന്ന് ശ്രേഷ്ഠ ഭാഷയാക്കി. മലയാളിക്ക് മലയാളം മറക്കുന്നു. ഭാഷയിൽ വ്യത്യാസം. എങ്ങനെ യൂറോപ്പിലോ UK-ക്കോ US-നൊക്കെ ഒന്ന് പോയിട്ട് വന്നാൽ, പോട്ടെ, ഒന്ന് ബഹ്റിൻ, അബുദാബി, മസ്കറ്റ്, ഷാർജ വഴി ദോഹ കറങ്ങി ജോലിക്കല്ല 6 മാസം പിള്ളേരെ നോക്കാൻ പോയിട്ട് വന്നാലും തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഭാഷയിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ശരിയെന്നോ തെറ്റെന്നോ പറയില്ല. നമ്മൾ പറയും യാ, വാവ്, യെസ്. മനസ്സിലാകുന്നുണ്ടോ? ഭാഷയിലുണ്ടായ വ്യത്യാസങ്ങൾ. ഒരു മുഴുവനായ വാക്യങ്ങൾ തികയ്ക്കാൻ മലയാള ഭാഷ ഉപയോഗിക്കാൻ നമുക്കറിയുകയില്ല. ഈ അടുത്ത കാലത്ത് എൻ്റെ പള്ളിയിൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ 3 times അച്ഛനെ വിളിച്ചു. എത്ര ടൈംസാ? ഞാൻ പറഞ്ഞു 3 times പറഞ്ഞാൽ 3 പ്രാവശ്യമല്ലേ? അതെ, ഞാൻ കണ്ടായിരുന്നു, എടുക്കാൻ വിട്ടുപോയി. 3 times. പരിഷ്കാരം കൂടിയാണ്. മുൻകാലങ്ങളെക്കാൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ നമ്മൾ ഭാഷയിൽ വ്യത്യാസങ്ങൾ നടത്തുകയാണ്. 2, നമ്മുടെ സാമ്പത്തികം. മുൻകാലങ്ങളിൽ ജീവിക്കാൻ തുച്ഛമായ പണം കയ്യിലുണ്ടെങ്കിൽ സുഭിക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് കോടാനുകോടി രൂപ സമ്പാദ്യമുണ്ട്. നമ്മുടെ സാമ്പത്തികം മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഉയർന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ 20 രൂപയ്ക്ക് മത്തി മേടിക്കുന്നത്. ഇന്ന് 200 രൂപ കൊടുത്താൽ എന്ത് കിട്ടില്ല? മത്തി കിട്ടില്ല. മൂല്യങ്ങളിൽ, പദാർത്ഥങ്ങളിൽ വ്യത്യാസങ്ങളായി. സാമ്പത്തികമായി നമ്മളേറെ പുരോഗമിച്ചു. 3, വീടുകൾ. അമ്മമാരെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകൾ ഒരമ്മയ്ക്ക് വളരെ തിട്ടമാണ്. അതിൻ്റെ മുക്കും മൂലയും എവിടെയാണെന്ന് ഒരമ്മയ്ക്കറിയാം, അപ്പനറിയില്ല. പക്ഷെ ഇന്ന് വെക്കുന്ന വീടുകളിൽ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ പോലും അമ്മയ്ക്ക് ഓട്ടോ പിടിച്ച് പോകേണ്ട ഗതികേടാ. കാരണം വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. വീടുകളിൽ വ്യത്യാസമായി. 4, ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിൽ ഏറെ വ്യത്യാസങ്ങൾ സംഭവിച്ചു. ഒരു കാലത്ത് ചെറുപ്പക്കാർ നന്നേ കുറവുള്ള ഒരിടമായതുകൊണ്ടും, ഞാൻ ചോദിക്കുകയാണ്, ഒരു കാലത്ത് നമ്മുടെ ആഹാരമായിരുന്നു ചക്കയും ചേനയും കൂമ്പും കപ്പയും ചീനിയും. പറ, നൊസ്റ്റാൾജിയ. ചെറുപേറും വൻപേറും കടലയും ആണോ? ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇന്നത് മാറി. നമുക്കിപ്പോ കിൻഡർ ജോയിയായി, കുറുകുറുവായി, പ്രിങ്കിൾസായി, ചോക്കോസായി, ചീറ്റോസായി, KFC ആയി, ചിക്കിങ് ആയി, MFC ആയി. ആയില്ലയോ? ഇതൊന്നും അറിയത്തില്ലയോ? എന്തോരം നല്ല മനുഷ്യരായിരിക്കുന്നേ. ഇതൊക്കെയായി. ആഹാരത്തിൽ വ്യത്യാസങ്ങളായി. എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും ഇതുപോലെ ആഹാരത്തോട് പ്രിയമുള്ള ഒരു സംസ്കാരമുള്ള മനുഷ്യൻ എവിടെയാണുള്ളത്? ആർത്തി സംസ്കാരമാണ്, അല്ലേ? ഒരു കല്യാണ ഹോൾ കണ്ടാൽ മാത്രം മതി, ദൂരെ എങ്ങും പോകണ്ട. 2ാമത് ഉദാഹരണം പറയാൻ പറ്റും. ചങ്ങനാശ്ശേരി ബൈപ്പാസും അടൂർ ബൈപ്പാസും കണ്ടാൽ നമുക്കറിയാം എന്തോ ഒരു പരവേശം നമുക്കുണ്ടെന്ന്. കാരണം ഓരോ ദിവസവും ഞാൻ കൺവെൻഷൻ ശ്രദ്ധിക്കുന്നതാണ്, ഓരോ ദിവസവും ഓരോ ഹോട്ടൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാരത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഒരു കാര്യം ഓർത്തോണം, വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഉപേക്ഷിച്ച് നാട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന് പുറകെ പോയാൽ നാട്ടിൽ കിടക്കുന്ന രോഗം വീട്ടിൽ വരും. എന്താ? വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഉപേക്ഷിച്ച്
നാട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന് പുറകെ പോയാൽ നാട്ടിൽ കിടക്കുന്ന രോഗം വീട്ടിൽ വരും. 5, വസ്ത്രത്തിലുള്ള വ്യത്യാസം, വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസം സംഭവിച്ചു. ഉണ്ടോ ഇല്ലയോ? നമ്മുടെ നാട്ടിൽ നല്ല അപ്പച്ചന്മാരുണ്ടായിരുന്നു, നല്ല അപ്പച്ചന്മാരുണ്ടായിരുന്നു. അതിനേക്കാൾ സുന്ദരിയായ അമ്മച്ചിമാരുണ്ടായിരുന്നു. പരിശുദ്ധനായ പൗലോസ് പാവാടെ കഴിഞ്ഞ ഓർമ്മ പെരുന്നാളിന് ഞാനിങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മഹിളാരത്നം, ഞാൻ ആദ്യം അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്, ഒരു മഹിളാരത്നം കയറി വന്നു. കാഴ്ചയിൽ 80 വയസ്സ് കുറയത്തില്ലെന്നേ. ചൂരിദാറാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ബഹുമാനത്തോടെ ചാടി എഴുന്നേറ്റു, ചെന്ന് കയ്യെ പിടിച്ചു ചോദിച്ചു, അമ്മച്ചി എവിടുന്നാ വരുന്നേ? എൻ്റെ നേരെ തിരിച്ചൊരു ആക്രോശം, വൈ യു കോൾ മീ അമ്മച്ചി? ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി. അതിൽ പിന്നെ അമ്മച്ചിയുമില്ല, അമ്മാമ്മയുമില്ല. ഞാൻ ആരെ കണ്ടാലും അമ്മാ എന്ന് വിളിക്കാറുണ്ടോ? അപ്പോൾ ഒരു കാലത്ത് നമുക്ക് അമ്മച്ചിമാരുണ്ടായിരുന്നു. ഇന്നിവിടെ എത്ര അമ്മച്ചീരിപ്പുണ്ട്? ഒറ്റ അമ്മച്ചീരിപ്പുണ്ട്. ഞാൻ തൊട്ടിട്ടാണ് പോരുന്നത്. കാരണം അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളിൽ ഒന്നാണ് ഇവിടെ നിന്നിരിക്കുന്നത്. മനസ്സിലായി? ഒരമ്മച്ചി മാത്രം ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഒരു ധാരണ, ചട്ടയും മുണ്ടും നേരിതൊക്കെ ഇടുമ്പോൾ അതാരാണ്? അമ്മച്ചിയാണ്. പക്ഷേ ഇന്ന് ഗോത്രജി സമ്മതിക്കുമോ അമ്മച്ചിയാകാൻ? പറ. പേരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സമ്മതിക്കയില്ല. അതുകൊണ്ട് അമ്മച്ചിമാരില്ല. രണ്ടാമത് വസ്ത്രധാരണം ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കെല്ലാം, ഇവിടെ ചെറുപ്പക്കാർ കുറവാണ്, മോനൊന്നും പറയരുതേ, ചെറുപ്പക്കാർ കുറവാണെന്ന് പറയാം. ചെറുപ്പക്കാരെല്ലാം ഇടുന്ന ഇന്നത്തെ പാൻറ്റും ഷർട്ടും എല്ലാം നാച്ചുറൽ ഏസിയാ. എന്താ നാച്ചുറൽ ഏസി? മനസ്സിലായി കാണില്ല. പണ്ട് ദാരിദ്ര്യം കൊണ്ടായിരുന്നു തുണി കീറിയത്. ഇന്ന് സുഭിക്ഷത കൊണ്ട് ഇടുന്ന തുണിയെല്ലാം കീറിയതാ. മനസ്സിലായി? എല്ലാ പാൻറ്റിനും കീറലും ഓട്ടയും ഉണ്ട്, ഉടുപ്പിനും അങ്ങനെ തന്നെ. ശരിയല്ലേ? മിണ്ടുന്നില്ലല്ലോ. ശരിയല്ലേ? ആണോ? നിങ്ങൾ ചിരിക്കേണ്ട സ്ത്രീകളോ ഇന്ന് പുറത്തിറക്കുന്ന എല്ലാ വസ്ത്രത്തിനും കയ്യുമില്ല, കാലുമില്ല. ഇനി അഥവാ കയ്യോ കാലോ ഉണ്ടെങ്കിൽ മുകൾ തൊട്ട് അടി വരെ കീറിയിട്ടേക്കും. ദുഃഖവെള്ളിയാഴ്ച പോണക്ക. മനസ്സിലായോ? ദേവാലയ തിരശ്ശീല മേൾ മുതൽ താഴെ വരെ കീറിപ്പോന്ന് പറഞ്ഞ ഉണക്ക അല്ലേ? വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ടായി അല്ലേ? ഞാൻ ചിലപ്പം ചോദിക്കാറുണ്ട്, നമ്മുടെ പള്ളികളിൽ എന്നാ ഇത്രയും കസേര വന്നത്? നമ്മുടെ പള്ളിക്കുള്ളിൽ എന്നാ ഇത്രയും ബെഞ്ച് വന്നത്? എന്നാ വന്നത്? ഈ അടുത്തൊരു കാലമായുള്ളൂ. പഴയ മനുഷ്യന് ബെഞ്ചിൻ ഡെസ്കൊന്നും വേണ്ടായിരുന്നു. വേണമായിരുന്നോ? അവന് ഒരു ബോധം ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നിടത്ത് അവിടെ ഞെളിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊരു ബോധം ഉണ്ടായിരുന്നു. പോട്ടെ. അപ്പോൾ ഇങ്ങനെ മുൻകാലങ്ങളെക്കാൾ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളേറെ അനുഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചെങ്കിലും ആത്യന്തികമായ നമ്മുടെ പ്രശ്നം, നമുക്ക് ആർക്കും നല്ലതുപോലെ ജീവിക്കാൻ അറിയുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കുപ്രസിദ്ധിക്കാണ് പ്രസിദ്ധിയുള്ളത്. എന്തിനാ? കുപ്രസിദ്ധിക്കാണ് പ്രസിദ്ധിയുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? കൊലപാതകം, പിടിച്ചുപറി, വ്യഭിചാരം, മോഷണം, ആഭാസം, പരസംഗം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അതിന് നല്ല ഖ്യാതി കിട്ടും. ആണോ? രാവിലെ പത്രം വായിച്ചാൽ പത്രത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്തായിരിക്കും? ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി ആയിരിക്കുമോ? ഇവിടുത്തെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റുന്ന കള്ളക്കണക്കായിരിക്കുമോ? പറ. ഇതന്നെ ഉണ്ടായിരിക്കുന്നേ. അല്ലെങ്കിൽ കാണുന്നത് അവിടെ ഒരാളെ പീഡിപ്പിച്ചു, ഇവിടെ 2 പേരെ തട്ടി. ആണോ? ഇതല്ലാതെ എന്ത് സാമ്പത്തിക വളർച്ച ഉണ്ടെന്നോ, ഇവിടെ എന്ത് തൊഴിൽ സാധ്യത ഉണ്ടെന്നോ? ഇതൊന്നുമല്ല. നമ്മുടെ പരിസരങ്ങളിൽ എത്രമാത്രം കുപ്രസിദ്ധി ഉണ്ടോ അതിന് പ്രസിദ്ധി കൊടുത്ത് നേരങ്ങൾ തുടരുന്ന മനുഷ്യന്റെ മനസ്സിനെ തളർത്തുന്ന സംസ്കാരമാണ് ഇന്നുള്ള മാധ്യമങ്ങൾക്കെല്ലാം ഉള്ളത്. ലൈവ് പോകുന്നുണ്ട്, ബോധപൂർവ്വം തന്നെ പറഞ്ഞതാ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ നിങ്ങൾ സ്നേഹത്തോട് പറയുക, രാവിലെ എഴുന്നേറ്റാൽ പത്രം വായിക്കരുത്, രാവിലെ എഴുന്നേറ്റാൽ മൊബൈൽ ഓൺ ആക്കരുത്, രാവിലെ എഴുന്നേറ്റാൽ TV-യും കാണരുത്. വേദപുസ്തകം വായിച്ച് നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകാവുള്ളൂ. ഇതിൻ്റെ പുറകെ പോയിട്ട് വല്ലതിൻ്റെ പുറകെ പോയാൽ എല്ലാം നെഗറ്റീവായിരിക്കും. അനുഭവത്തിൽ നിന്ന് പറയുക. 10 വർഷം സ്കൂളിൽ ഇരുന്നുകൊണ്ട് ഞാനങ്ങ് പറയുക. പോട്ടെ. അപ്പോൾ
ഇത്രമാത്രം സാധ്യതകൾ ഉണ്ടായിട്ടും നമുക്കാർക്കും നല്ലതായിട്ട് ജീവിക്കാൻ അറിയുകയില്ല. ഈ നോമ്പിൽ നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം, കർത്താവേ, നല്ലതായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ല ജീവിത ശൈലി എനിക്ക് നേടിയെടുക്കുവാൻ കഴിയണം. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, നല്ല ബന്ധങ്ങൾ കാത്തു പരിപാലിച്ചാൽ മതി. വിശുദ്ധമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ ഈ നോമ്പ് അനുഗ്രഹമാവും. നാം ഈ ഭൂമിയിൽ ജീവിച്ചത് ഒരനുഗ്രഹമാവും. നാളത്തെ തലമുറ നമ്മളെ ഓർക്കും. നാളെയിൽ നമ്മൾ മരിക്കാതെ ജീവിക്കുന്ന ഒരു സാക്ഷ്യത്തിലേക്ക് ഉയരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ കാത്തു പരിപാലിക്കുന്ന ഒരു നല്ല സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ഈ നോമ്പ് ഇടയാക്കുവാൻ ഇന്നത്തെ സന്ധ്യയ്ക്ക് ആധാരവാക്യമായി എടുക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 1-2 സമയമുണ്ടെങ്കിൽ 6-ാമത്തെ വാക്യവും പറയാം. വേദപുസ്തകം ഖനമുള്ള വസ്തുവായതുകൊണ്ടും കൊണ്ടു നടക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും കൊണ്ടു നടന്നാൽ വല്ലവരും വല്ലതും പറയും എന്നുള്ളത് കൊണ്ടും ഇരിക്കേണ്ട സ്ഥലത്ത് മാത്രം ഇരിക്കേണ്ട പുസ്തകമായതുകൊണ്ടും എൻ്റെ അച്ചോ, ഞങ്ങൾക്കത് മുഴുവൻ കാണാതെ അറിയാമെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടും കർത്താവ് കരുണ ചെയ്ത് ഭൂരിപക്ഷത്തിനും വേദപുസ്തകമില്ല, ന്യൂനപക്ഷത്തിന് വേദപുസ്തകമുണ്ട്, കൊണ്ടുവന്നവർക്ക് പ്രത്യേകമായ അഭിനന്ദനവും. പണ്ടേ മലങ്കര സഭയിലെ പുരുഷന്മാരൊക്കെ വേദപുസ്തകം കാണാതെ പഠിച്ച് കർത്താവിനെ നോക്കിയിരിക്കുന്നവരായുണ്ട് കൊണ്ടുവരാത്ത കേട്ടോ. പോട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1-2 സമയമുണ്ടെങ്കിൽ 6-ാമത്തെ വാക്യം പറയാം. മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരങ്ങളെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കാം. 6-ാമത്തെ വാക്യം പറയുന്നു, കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരങ്ങളെ പോലെയും മൂത്ത സ്ത്രീകൾ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. കാമുകിയായിരിക്കുന്നവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. എന്നെ കേൾക്കുന്ന ഇസ്രായേൽ ഗ്രഹമേ, ഈ വേദഭാഗം അറിയപ്പെടുന്നത് ഇടയലേഖനമായിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് പറയുകയാണ്, തിമോത്തിയോസെ, നിന്നെ ഏൽപ്പിച്ച സഭയും നീ പാലിക്കുന്ന സഭയും പരസ്പരം പാലിക്കേണ്ടുന്ന ബഹുമാനത്തോടു കൂടിയുള്ള നല്ല ബന്ധങ്ങളെ പറ്റിയാണ്, ആ സഭയുടെ മര്യാദകളെ പറ്റിയാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രതിപാദനം. ഒപ്പം തന്നെ ഞങ്ങൾ പട്ടക്കാര് പട്ടമേക്കുന്ന സമയത്ത് മേൽപ്പട്ടക്കാരൻ വായിക്കുന്ന ഉപദേശങ്ങളുണ്ട്. അതിൻ്റെ പേര് അമാലോഗ്യ എന്നാണ്. അതിൻ്റെ പേര് അർത്ഥം ഉപദേശങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അമാലോഗ്യ വായിക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, ഉൾപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത്. തിയോളജി ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രമാത്രം പ്രസക്തമുള്ള ഈ വാക്യം എന്താണ് ഈ കാലിക സമൂഹത്തിന് അതുമായി സംവദിക്കുവാനുള്ളത്? നമുക്കറിയാം, ആർഷഭാരത സംസ്കാരത്തിൽ ഇവിടുത്തെ മഹാമുനികൾ ലോകത്തെ നോക്കി പാടി, ലോകമേ തറവാട്, തനിക്ക് പുൽക്കളും പുഴുക്കളും കൂടിത്തൻ. അമേരിക്കയിലായിരുന്നു, കേട്ടില്ല? ലോകമേ തറവാട്, തനിക്ക് പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഇത് കേട്ടില്ല? നല്ല കാര്യം. ലോകം എനിക്ക് തറവാട്, ഈ പുൽക്കളും പുഴുക്കളുമൊക്കെ എൻ്റെ കുടുംബക്കാരാണ്. ഈ 4-5 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയ്ക്കകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബന്ധനത്തിൻ നോവറിയും, അതും അറിയത്തില്ല. ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ നിൻ ബന്ധുവാര്. അച്ഛന്മാരൊന്നും പറയത്തില്ല, അവര് പാവങ്ങളൊന്നും ഉറക്കെ പാട്. ശത്രുവാര്, നിന്റെ ബന്ധുവാര്, ബന്ധമാര് അല്ലേ? സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തിലൂടെ ഒരിക്കൽ മാത്രമേ നാം കടന്നു പോവുകയുള്ളൂ. അന്ന്
എല്ലാം ബന്ധമായിരിക്കുന്നവന്റെ ജീവിതയാത്ര സുഗമമാണ്. ദിവംഗതനായ സുകുമാർ അഴീക്കോട് മാഷ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൽ തത്വമസിയാണെന്ന് തോന്നുന്നു, അതിലെഴുതിയിട്ടു, ത്രേതായുഗത്തിൻ തീർത്ഥക്കരയിൽ തപോധനന്മാരെവിടെ, പ്രപഞ്ച സംസ്കാരത്തിൻ വിത്തുകൾ പവിത്ര മണ്ണിൽ പാകി, മനുഷ്യനൊന്നേ മനസ്സുകൾ ഒന്നേ, ഭാരതഭൂവിൻ്റെ മക്കൾ ഒന്നേ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ്, ഒരു കുടുംബമാണ്, ബന്ധമാണ്, സ്വന്തമാണെന്ന് തെളിയിക്കുവാൻ ഭാരതത്തിൻ്റെ മനീഷകൾ മനോഹരമായി ശ്രദ്ധിച്ചു. ഇനി സഭയിലേക്ക് വന്നാലോ, ഏറ്റവും കൂടുതൽ സാമൂഹിക പ്രവർത്തകനായിരുന്ന പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മലങ്കര സഭാരത്നം ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അഭിനന്ദ തിരുമേനി, അങ്ങ് ഈ പുണ്യപ്രവർത്തികൾ, ഈ മിഷൻ പ്രവർത്തികൾ, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലൊക്കെ പോയി ചെയ്യുന്ന ഈ പ്രവർത്തികൾ എന്താണ്, ഇതിൻ്റെ പുറകിൽ തിരുമേനിയുടെ വികാരം എന്ത് എന്ന് ചോദിച്ചപ്പോൾ വളരെ ശാന്തമായി അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി ഇങ്ങനെ പറഞ്ഞു: പ്രിയ സുഹൃത്തെ, സഹോദര, താങ്കൾ, ഞാനും താങ്കളും ഒരുമിച്ച് ശ്വസിക്കുന്ന ഒരേ വായുവിൻ്റെ പങ്കുകാരാണ്. ഞാൻ ഉപയോഗിക്കുന്ന അതേ വായുവാണ് താങ്കളും ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരേ ശ്വാസത്തിൻ്റെ പങ്കുകാരാണ്. എത്ര മനോഹരമായ കാഴ്ച! രണ്ടാമത് അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി പറഞ്ഞു, താങ്കൾ ദാഹത്തിന് കുടിക്കുന്ന പച്ചവെള്ളത്തിൻ്റെ രുചിയും അതിൻ്റെ ഗുണവും, അതേ ദാഹത്തിന് കുടിക്കുന്ന പച്ചവെള്ളം എനിക്ക് ആ ഗുണം മാത്രമാണ് തരുന്നതും, അതേ രുചിയുമാണ് അതിനുള്ളത്. 3, വലിയ തിരുമേനി പറഞ്ഞു, താങ്കളുടെ കൈ മുറിഞ്ഞാലും എൻ്റെ കരം മുറിഞ്ഞാലും രക്തത്തിൻ്റെ നിറം ഒന്നാണ്. ഒരേ ശ്വാസത്തിൻ്റെയും ഒരേ വെള്ളത്തിൻ്റെയും ഒരേ നിറത്തിൻ്റെയും പങ്കുകാരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് അപരനോട് കരുണ കാണിച്ചില്ലെങ്കിൽ, അപരൻ എൻ്റെ ബന്ധമായില്ലെങ്കിൽ, പിന്നെ എൻ്റെ ജീവിതത്തിനും എൻ്റെ കർമ്മത്തിനും എന്താണ് അർത്ഥമുള്ളത്? ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ സംസാരിച്ചിരിക്കുന്നത് നാം കേട്ടു. നല്ലൊരു കാര്യം ഓർക്കണം, 2000 വർഷങ്ങൾക്ക് അപ്പുറം എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം കാലിക പ്രാധാന്യത്തോടെ സംസാരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വിശാലമായ ബന്ധം, മൂത്തവൻ അപ്പൻ, മൂത്തവൾ അമ്മ, ഇളയവൻ സഹോദരൻ, ഇളയവൾ സഹോദരി, കാമുകി ശവം. ഇതാണ് ഈ വേദഭാഗം മനോഹരമായി വിവക്ഷിക്കുന്നത്. മൂത്തവനെ കണ്ടാൽ അപ്പനായിരിക്കണം, മൂത്ത സ്ത്രീയെ കണ്ടാൽ അമ്മയായിരിക്കണം, ഇളയവൻ സഹോദരനായിരിക്കണം, സഹോദരി ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ബിയോണ്ട് ദ ബൗണ്ടറി തിയോളജിയിലെ പദപ്രയോഗമാണ്. അതിരുകൾക്കപ്പുറമുള്ള, വേലികൾ പൊളിക്കുന്ന, മതിലുകൾ തകർക്കുന്ന വിശാലമായ ബന്ധമാണ് ഒരു മതഗ്രന്ഥവും സൂചിപ്പിക്കാത്തതുപോലെ കർത്താവിൻ്റെ വചനം ഇന്ന് ജീവനോട് സംസാരിക്കുന്നത്. മൂത്തവനും ഇളവനും എങ്ങനെയാണ് നിന്റെ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളൊക്കെ ഇങ്ങനെ ബന്ധങ്ങളെ പറ്റി സംസാരിക്കുന്നവരാ, അല്ലേ? നമ്മൾ സാധാരണ പറയും എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ കൊച്ചപ്പൻ, ചിറ്റപ്പൻ, പേരപ്പൻ, ഉപ്പാപ്പൻ എന്നൊക്കെ പറയും. എൻ്റെ ചേർത്ത് പറയും. എന്താ അതിൻ്റെ പുറകിലത്തെ വികാരം? ഉറക്കെ പറ, പെട്ടെന്ന് പറ. സ്വന്തമാണ്. ഇച്ചിരി ക്ലാരിഫിക്കേഷൻ വരുത്തിയാലോ? സ്നേഹബന്ധമാണ്. എന്നാൽ ഞാൻ പറയും എൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രക്തബന്ധമാണ്. ആണോ? പറ. ഇവരിങ്ങനെ പാവപ്പെട്ട മനുഷ്യനാണ്, ചെന്ന് മിണ്ടത്തില്ല അച്ഛാ, നല്ല മനുഷ്യരാ. അതെ, ഇവിടുത്തെ വികാരിയാകാൻ എനിക്ക് കൊതി തോന്നുന്നു കണ്ടിട്ട്. എൻ്റെ ചേർത്ത് പറയുമ്പോൾ രക്തബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എന്നൊക്കെ പറയുക. എൻ്റെ മകൻ, എൻ്റെ മകൾ, ശരിയല്ലേ? എൻ്റെ സഹോദരൻ, എൻ്റെ ചേർക്കുമ്പോൾ ഓർത്തോണം, അടിസ്ഥാനപരമായി ആ വികാരത്തിൻ്റെ ഉള്ളിൽ രക്തബന്ധമുണ്ട്. 2, നമുക്കറിയാം, ഈ 10, 60, 70 വർഷത്തിനിടെ മലയാളി കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കണ്ടെത്തിയ പുതിയൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കുടുംബയോഗം. എന്താ കുടുംബയോഗം എന്ന് പറഞ്ഞാൽ? ഉറക്കെ പറ. വാട്ട് യു മീൻ ബൈ കുടുംബയോഗം? എല്ലാവരും ഒരുമിച്ച്
അതെനിക്കും അറിയാം എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. എന്നാൽ ഇച്ചിരൂടെ ഒന്ന് തെളിച്ചു പറഞ്ഞേ. ഞാൻ പെട്ടെന്ന് പറയാം. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ കോഴി അടവച്ചിറക്കുന്ന പോലെ മക്കളുണ്ടായിരുന്നു. ഇല്ലായിരുന്നോ? എൻ്റെ വല്യപ്പനൊക്കെ 12 എണ്ണമാ. എത്ര? 12. എൻ്റെ അപ്പനൊക്കെ 6 പേരാ. ഞാൻ, എൻ്റെ സിബ്ലിങ്സ്, ഞങ്ങൾ 3 പേരാ. ഞങ്ങൾക്ക് 1 1.5 മുറിയും അരമുറിയും ഞാനോ. മനസ്സിലായോ? അപ്പൊ ഈ 12 6 മക്കളൊക്കെ വീട്ടിലുള്ളപ്പോ ഉള്ളത് പട്ടിണിയും പരിഭവവും ദാരിദ്ര്യമൊക്കെ ആവാം, സുഭിക്ഷതയാവാം, എനിക്കറിയില്ല. പക്ഷെ ദൈവത്തെ വിളിച്ച് ഉള്ളത് കഴിച്ച് വളർന്നു വരുമ്പോൾ ജീവിത ബന്ധങ്ങൾ പരസ്പരം കൃത്യമായിട്ട് അറിയാമായിരുന്നു. പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഇന്ന് ജീവിത ബന്ധങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പാഠശാലയുടെ പേരാണ് കുടുംബദ്രോഹമല്ല, കുടുംബയോഗം. മനസ്സിലായോ? ഞാൻ എൻ്റെ മകനെയും കൊണ്ട് മകളെയും കൊണ്ട് വരികയാണ്. മോനാ, തണ്ടായിരിക്കുന്ന അപ്പച്ചനെ കണ്ടു, മോൻ്റെ ഗ്രാൻഡ്പായാ. ഈ അമ്മച്ചിയെ കണ്ടോ? മോടെ ഗ്രാൻഡ്മായാ. മനസ്സിലായോ? ഗ്രാൻഡ്മാ. മനസ്സിലായി? ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേരാണ് കുടുംബയോഗം എന്നുള്ളത്. 3, ഇനി നമ്മുടെ ആരുടെയെങ്കിലും കുടുംബത്ത് പ്രശസ്തരോ പ്രഗത്ഭരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരിൽ നമ്മൾ ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാറുണ്ട്. ഞങ്ങൾ അച്ഛന്മാരൊക്കെ കൺവെൻഷന് പോകുന്നവരാ, അല്ലേ? അപ്പോൾ ചില പള്ളിയിൽ കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ നമുക്കതിന് സ്പെഷ്യൽ കെയറിൻ്റെ ഭാഗമായിട്ട് ചില വീടുകൾ കൊണ്ട് ആഹാരം തരും. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാ. ചില വീടുകൾ കൊണ്ട് ആഹാരം തരും. അത് സ്പെഷ്യൽ കെയറാണേ. ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ നമ്മളൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ടോക്കറ്റീവായ സംസാരമുള്ള ഒരു അച്ഛനൊരു അമ്മയുണ്ടെങ്കിൽ, അച്ചോ വട്ടശ്ശേരി തിരുമേനെ അറിയാമോ? അറിയാം, ഞങ്ങളുടെ അപ്പച്ചൻ്റെ അനിയനാ. എനിക്കെന്ത് വേണം? 2 ചപ്പാത്തി. അച്ചോ, എന്തോ പടിഞ്ഞാറെ കുരിശ് കണ്ടു, ഞങ്ങളുടെ അപ്പച്ചൻ വെച്ചതാ. എനിക്കെന്ത് വേണം? പറ. 2 ചപ്പാത്തി. ഈ 2 ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ഈ സർവമാന ചരിത്രവും കേൾക്കണം, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കുടുംബത്തിൽ പ്രശസ്തരോ പ്രഗത്ഭരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ചില ബന്ധങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നവരാ. ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും, ഞാനൊരു 10 വർഷം വാടക കൂട്ടി താമസിച്ച ആളാ. 10 വർഷം. എനിക്കന്ന് ഒരു ബന്ധക്കാരും ഇല്ലായിരുന്നേ. പിന്നെ ആരോ പറഞ്ഞു അയാൾ സെമിനാരിൽ പോയി. അപ്പം ഇച്ചിരി ബന്ധക്കാരെ കിട്ടി. പിന്നെ പറഞ്ഞ അയാൾ പട്ടം കിട്ടി, അച്ഛനായി. ഇച്ചിരൂടെ ബന്ധക്കാരെ കിട്ടി. പിന്നെ ആരോ പറഞ്ഞു അയാൾ ഇപ്പം ദേവലോത് ബാബാതിരുമേൻ്റെ കൂടെ. ഇപ്പം ബന്ധക്കാരെ ഇടിച്ച് നടക്കാൻ വയ്യാത്ത ഗതികേടാ. മനസ്സിലായോ? എടാ, എനിക്ക് ഒരു ഉടുതുണിക്ക് മറുതുണി ഇടേണ്ട ഒരു അവസരം ഉണ്ടായപ്പോ, എനിക്കൊരു നല്ല ആഹാരം കഴിക്കണമെന്ന് ആവശ്യമുണ്ടായപ്പോ എന്നോട് നിനക്കെന്തുണ്ട് മകനെ, നിനക്കെന്ത് വേണം ചോദിക്കാൻ നീ വൈമനസ്യം കാണിച്ച സമയങ്ങളുണ്ട്, അല്ലേ? അന്ന് ബന്ധക്കാരുണ്ടായിരുന്നോ? പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞെളിഞ്ഞു കയറി ബന്ധമാണെന്ന് പറയാൻ നമുക്ക് വലിയ ഇഷ്ടമാ, അല്ലേ? പോട്ടെ. അപ്പോൾ ഇങ്ങനെ കുടുംബ ഇതിൽ ആരെങ്കിലും പ്രശസ്തരോ പ്രഗത്ഭരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് നമ്മളിങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരാ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിത ശൈലിയിൽ നാം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് വീണ്ടും ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്ന ബന്ധങ്ങളെക്കാൾ അപ്പുറം വിശാലമായൊരു ബന്ധത്തിൻ്റെ കാഴ്ചപ്പാടാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഓർത്തഡോക്സ് വിശ്വാസത്തിന് 3 തൂണുകളുണ്ട്. ദ 3 pillars ഓഫ് ഓർത്തഡോക്സ് ഫെയ്ത്ത്. പറയാമോ? ശരി ഉത്തരം പറയുന്നവർക്ക് നിങ്ങളുടെ വികാരി അച്ഛൻ്റെ കയ്യിലെ സ്വർണ്ണമുദ്ര ഊരി തരും. അക്കൊച്ചൻ വെള്ളി ഇട്ടേക്കുന്നേ, അജിത്തച്ഛൻ പാത്തു വെച്ചു. ഈ പോച്ച കാണിക്കുന്നില്ല കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ദ 3 pillars ഓഫ് ഓർത്തഡോക്സ് ഫെയ്ത്ത്. പറയാമോ? സമയം പോയി, സമ്മാനം പോയി, അച്ഛൻ ആശ്വാസവുമായി. പ്രിയപ്പെട്ടവരെ, മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനം ഒന്നുകൂടെ പറഞ്ഞേ. വാഴും. മാർത്തോമായുടെ സിംഹാസനം നിങ്ങളാൽ വാഴണമെങ്കിൽ ഈ ജയ് ജയ് വിളിച്ചാൽ പോരാ.
ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ 3 തൂണുകളുണ്ട്. ദ ഫണ്ടമെന്റൽ ഫെയ്ത്ത് ഓഫ് ഓർത്തഡോക്സി എന്തൊക്കെയാ? കാണാതെ പഠിക്കണേ. നമുക്ക് 2000 വർഷത്തെ എത്ര ഒന്നും കേട്ടില്ല. 2000 വർഷത്തെ പാരമ്പര്യമുള്ളവരാ കേട്ടോ. ഒന്ന്, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിലുള്ള വിശ്വാസം. പഠിച്ചേ. 2, വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ മധ്യസ്ഥത. പഠിച്ചേ. 3, വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3 കാര്യങ്ങളാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിലുള്ള വിശ്വാസം, 2, വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ മധ്യസ്ഥത, 3, വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതിൽ 1ാമത്തെ തൂണ് കടമെടുക്കുകയാണ്. ചോദ്യം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം എങ്ങനെയാണ് ബന്ധങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം മനസ്സിലായി കാണില്ല. കാരണം പണ്ട് പപ്പു ചോദിച്ച പോലെ ചോദിച്ചത്. പപ്പുവിന് ഓർമ്മയുണ്ടോ? സിനിമ പപ്പുവിന് ഓർമ്മയുണ്ടോ എന്ന്? ഉണ്ട്. പപ്പുവിൻ്റെ പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട്. ഏതാ? താൻ ആരാണെന്ന്? അയ്യോ, ഒരു നൊസ്റ്റാൾജിയ പോലും ഇല്ലാത്ത മനുഷ്യനാണ് കുളനടക്കാര്. താൻ ആരാണെന്ന് തനിക്കറിയാൻ വയ്യ എങ്കിൽ താൻ എന്നോട് ചോദിക്കണം, താൻ ആരാണ് എന്ന പോലെ ഞാനിപ്പം ചോദിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം എങ്ങനെയാണ് ബന്ധങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പറയാമോ? ഇനി അമ്മമാർ പറയണേ. പുട്ടിന് സ്വാദ് കൂടാൻ എന്ത് ചെയ്യണം? തേങ്ങ ഇട്ട പറ്റത്തില്ല, തേങ്ങാ പീരിടണം. പരിഷ്കാരം കൂടിയതാ. എന്തിടണം? തേങ്ങ ഇട്ട പറ്റുമോ? തേങ്ങാ പീരിടണം. അല്ലേ? നമ്മുടെ പ്രാർത്ഥനയുടെയും പാട്ടുകളുടെ ഒക്കെ ഇടയ്ക്ക് പുട്ടിന് പീരിടുന്ന പോലെ ഇടയ്ക്കൊരു ബ്രേക്ക് പിടിക്കും. ബ്രേക്കിന്റെ പേര് ബാറക്കുമോർ. ഈ ബാറക്കുമോർ കഴിഞ്ഞാൽ പിന്നെന്തുവാ വരുന്നത്? ഞാനിങ്ങനെ പരിപാടി നിർത്തും കേട്ടോ. നിങ്ങൾ പ്രതികരിക്കണം. ബാറക്കുമോർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അല്ലേ? പുട്ടിന് പീരിടുന്ന പോലെ ഇട്ടുകൊണ്ടിരിക്കും. ഇതെന്തിനിടുന്നത്? നിന്നാൾ 2, നയവാൻ 2, ചാർത്തും 2, മക്കളപ്പൻ 2, സ്ലീബ 2, എല്ലാ കുക്കുലിയും കഴിഞ്ഞാലും ശുഭഹോ ഉണ്ട്. എല്ലാ പാട്ടിൻ്റെ അവസാനത്തോ മധ്യഭാഗത്തൊന്നും ഉണ്ടാവും ശുഭഹോ ഉണ്ടായിരിക്കുമോ? ഇതെന്തിനെങ്ങനെ ശുഭം ഇടുന്നത്? എന്തിനിടുന്നത്? കാണാതെ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരോടെല്ലാം മധ്യസ്ഥ നടത്തിയാലും ദ ഹോൾ പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻസ്, എല്ലാ അപേക്ഷയും മധ്യസ്ഥതയും ആരോടാണ്? ത്രിയേക ദൈവത്തോടാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശുഭഹോ ഇട്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മറക്കരുത്. ഇനി ഈ 3 പേരെയും പറ്റി ഏറ്റവും കൂടുതൽ പറയുന്ന ഞായറാഴ്ച ഏതാ? ത്രിയേക ദൈവത്തെ പറ്റി, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പറ്റി. പെന്തിക്കോസ്തി. ശരിയാണ്, ചുമ്മാ എറിഞ്ഞതാ, പക്ഷെ കൊണ്ടു. പെന്തിക്കോസ്തി അല്ലേ? ഈ പെന്തിക്കോസ്തി ഞായറാഴ്ച ചൊല്ലുന്ന വല്ല മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ മനസ്സിലായി. പിന്നെ ആകെ മനസ്സിലാകുന്നത് എന്തുവാ? വെള്ളം തീരാറാകുമ്പോ മുടിവെന്നല്ല പറഞ്ഞത്, തളിക്കുന്നത്. അല്ലേ? വെള്ളം തീരാറാകുമ്പോ വെള്ളം തളിക്കും. മനസ്സിലായി? എന്താ? 1ാം ഭാഗം തീർന്നു, 2ാം ഭാഗം തീർന്നു, 3ാം ഭാഗം തീർന്നു. രഹസ്യം ചൊല്ലുമ്പോൾ എന്ത് മനസ്സിലായി? പെസഹ തീരാറായി. അല്ലേ? സംരക്ഷിത ജാതികൾ ചൊല്ലുമ്പോൾ മനസ്സിലായി എന്താ? ഈസ്റ്റർ തീരാറായി. പുകയടിക്കുമ്പോൾ എന്ത് മനസ്സിലായി? ദുഃഖവള്ളി തീരാറായി. കഞ്ഞി വിളമ്പട്ടെ, കണ്ണ് കാണിക്കും, വിളമ്പട്ടെ. മനസ്സിലായോ? ഇപ്പം തീരാൻ ഓരോ ശൈലി നമുക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോൾ തീരാറായി. ഈ വാസ്തവത്തിൽ ഈ പെന്തിക്കോസ്തി ഞായറാഴ്ച പറയുന്ന വല്ല കാര്യം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു 5-6 കൂട്ടം കാര്യം മാത്രം അവിടെ പറയുന്നത്. അവിടെ പറയുന്ന 1ാമത്തെ കാര്യം ഇതാണ്: പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവമാണ് ദൈവം. അല്ലേ? പിതാവില്ലാതെ പുത്രനില്ല, റൂഹായില്ല. പുത്രനില്ലാതെ പിതാവില്ല, റൂഹായില്ല. റൂഹായില്ലാതെ പിതാവില്ല, പുത്രനില്ല. 3 പേരും 3ആണ്, 3 പേരും ഒന്നാണ്. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആണോ അല്ലയോ? ഇത്രയും സാധനമായി തന്നെയും പിന്നെയും ആണോ എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് അറിയാമോ? വളരെ കോൺക്രീറ്റ് ആയ ഒരു റിലേഷൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, കാലങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ കഴിഞ്ഞു പോയതിനോ
പ്രത്യയശാസ്ത്രങ്ങൾക്കോ ആശയങ്ങൾക്കോ തത്വശാസ്ത്രങ്ങൾക്കോ ഒന്നും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിൻ്റെ ആ ബന്ധത്തെ വിച്ഛേദിക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം ബന്ധങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ബന്ധമാണ് ആര്? പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം. അതാണ് ഓർത്തഡോക്സുകാരുടെ വിശ്വാസത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ത്രിയേക ദൈവം ഇല്ലാതെ ഒരു ഓർത്തഡോക്സ് വിശ്വാസം ഇല്ല. ആ ബന്ധമില്ലാതെ മറ്റൊരു വിശ്വാസം ഇല്ല. മനസ്സിലാകുന്നോ? അടുത്തത് കൂദാശകളുടെ കൂദാശയാണല്ലോ. ഉറക്കപ്പറ. വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ബന്ധങ്ങളെ പറ്റി വല്ലതും പറയുന്നുണ്ടോ? വിശുദ്ധ കുർബാനയ്ക്ക് ബന്ധങ്ങളെ പറ്റി വല്ലതും പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത് ഹോളാണല്ലോ. ഉദാഹരണം പറയാം. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ പടിഞ്ഞാറ് വശത്തൂടെ കയറി വന്ന് പടിഞ്ഞാറ് വാതുക്കൾ ഒരു കുരിശൊക്കെ വരയ്ക്കും അല്ലേ? ബഹുമതിപൂർവ്വം നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ നേർച്ച കാഴ്ചകളൊക്കെ കഴിക്കുന്ന പള്ളിയിലേക്ക് കയറും. വീണ്ടും മുകളിലേക്ക് നോക്കും. ആരെയാ നോക്കുന്നേ? യേശുവിനെ ഒന്നുമല്ല, ഫാനിനെ നോക്കും. ആരെ നോക്കും? എന്തിനാ ഫാനിനെ നോക്കുന്നത്? ഉറക്കെ പറ. കാറ്റ് കൊണ്ടുകൊണ്ട് നിൽക്കാൻ. ആരെ ആരാധിക്കാൻ? ആരെ ആരാധിക്കാൻ? ഭാരമേറിയ ചുമട് വഹിച്ചുകൊണ്ട് ഗോകുൽത്ത മലയിൽ പോയ കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ ചൂടുകൊള്ളാൻ പറ്റുമോ? ഇല്ല. നിന്നോ, നല്ല കാര്യം. അങ്ങനെ ഫാൻ നോക്കി ലൊക്കേഷൻ സെറ്റ്. ആഫ്റ്റർ സെറ്റിംഗ് ദ ലൊക്കേഷൻ നമ്മളിങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്തിനാ നോക്കുന്നേ? എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് ആരാണ്? ഇനി എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഉറക്കപ്പറ. ഇനി എന്തിനാ അങ്ങനെ നോക്കുന്നേ? ആണ്ട് സത്യം. ആരാ പറഞ്ഞത്? സിസ്റ്റർ ആകേണ്ട ആളാ, പക്ഷെ ഇപ്പം വീട്ടമ്മയായി പോട്ടെ. സമാധാനം കൊടുക്കാൻ അല്ലേ? എനിക്കിഷ്ടമില്ലാത്തവനാ ഒപ്പം നിൽക്കുന്നെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ പള്ളിയിൽ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ തിരുവല്ലയിൽ നിന്നോ കോഴഞ്ചേരിയിൽ നിന്നോ ആരെങ്കിലും ഒന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും? സമാധാനം കൊടുക്കും. നിങ്ങളിനി അമേരിക്ക പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും തിരുവനന്തപുരം പോയാലും വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പറ. നിങ്ങളോടോ ആരെങ്കിലും പേരോ നാളോ ഓർത്തഡോക്സ് ആണെന്ന് ചോദിച്ചിട്ടാണോ തന്നേക്കുന്നത്? നിങ്ങളുടെ പേരറിയണോ? നിങ്ങൾക്കൊരു ബന്ധം പോലും ഇല്ലാത്തവരായിരിക്കും അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒപ്പം നിൽക്കുന്നത്. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്കാണോ എന്ത് കിട്ടും? അവൻ സമാധാനം തന്നിരിക്കും. എന്താ എൻ്റെ കാര്യം? പ്രിയപ്പെട്ടവർ, ഈ വാക്യം കൂടെ ആധാരവാക്യമാണ്. ദൈവികമായ ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാനയിൽ പറയുകയാണ്, നിന്റെ ഒപ്പം നിൽക്കുന്നവൻ മൂത്തവനാണെങ്കിൽ നീ സമാധാനം കൊടുക്കുമ്പോൾ നിന്റെ അപ്പന് കൊടുക്കുന്ന പോലെയാണ്. മൂത്തവനാണെങ്കിൽ അമ്മയ്ക്കാണ്, ഇളയവനാണെങ്കിൽ സഹോദരനാണ്, സഹോദരിയാണ്. ഇങ്ങനെ വിശാലമായ ബന്ധം. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ ഓർത്തഡോക്സ് വിശ്വാസത്തെ പ്രയർ വിത്ത് പ്രാക്ടീസ് എന്ന് പറയും. എന്താ? പ്രയർ വിത്ത് പ്രാക്ടീസ്. പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനമുണ്ട്, പ്രതികരണമുണ്ട്. ഇതിൽ മനസ്സിലാകുന്നുണ്ടോ? ഈ വിശുദ്ധ കുർബാന നിൽക്കുമ്പോൾ മനോഹരമായ ഒരു ബന്ധത്തിന്റെ ഭാവം ഈ സമാധാനത്തിൽ ആശംസിക്കുകയാണ്. വീണ്ടും വിശുദ്ധ കുർബാനയ്ക്ക് വേറെ വല്ല ബന്ധങ്ങളെ പറ്റി പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെയും കൊണ്ട് നിങ്ങളുടെ ജിബു അച്ഛനും അക്കു അച്ഛനും വിശുദ്ധ കുർബാനയ്ക്ക് കള്ളം പറയിപ്പിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വികാരി അച്ഛനും നിങ്ങളുടെ കൊച്ചച്ഛനും കള്ളം പറയിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. സത്യമാണേ. ഇത് മാറല്ല. കള്ളം പറയിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ തെളിയിക്കാം അല്ലേ? അനാഫോറെ ആരംഭിച്ചു. സമാധാനത്തിന്റെ പ്രാർത്ഥന നടത്തുമ്പോൾ പട്ടക്കാരൻ ദർഗായി കയറത്തില്ലേ? കയറും. സമാധാന പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം പറയുന്ന ബാക്കിയുള്ളത് ഉണ്ടായിരിക്കട്ടെ അല്ല, ഉണ്ടായിരിക്കട്ടെ. കേട്ടോ, ഉണ്ടായിരിക്കട്ടെ. സമാധാനം തരും. കിട്ടിയോ? കിട്ടി. അത് തലകുനിക്കാനുള്ള പ്രാർത്ഥന നടത്തും. പ്രാർത്ഥന കഴിയും. വീണ്ടും അച്ഛനൊന്ന് വരും, നമ്മളൊന്ന് വരും. എന്നിട്ട് ഇങ്ങനെ അച്ഛനങ്ങോട്ട് കൈവിരിക്കും. നമുക്ക് ജിബു അച്ഛനെ തന്നെ എടുക്കാം, വലിയച്ഛനല്ലേ.
ഈ ഭോജനം കൈവിരിച്ചിട്ട് പ്രാർത്ഥിക്കും. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ബോധങ്ങളും വിചാരണ ഹൃദയങ്ങളും ഒരുങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഉത്തരം പറ. ഞങ്ങളുടെ ബോധങ്ങളും ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും. ഇനി ഒരു കാര്യം പറഞ്ഞ് കേൾക്കണേ. ചങ്കത്തൊന്ന് കൈവച്ചേ, എല്ലാവരും വെച്ചേ. വെക്കമ്മ, വെക്ക, അനുസരിക്കാദ്യം. വെക്ക. എന്നിട്ട് ഇത്രയും നാൾ നിങ്ങളുടെ പ്രായവും പക്വതയും ഒന്ന് ഓർത്തെടുത്തേ. വിശുദ്ധ കുർബാനയ്ക്ക് എത്ര പ്രാവശ്യം ഭയത്തോടും ഭക്തിയോടും നിന്നിട്ടുള്ളവർക്ക് മാത്രം കൈ വെക്കാം, ഇല്ലാത്ത കൈ കാത്തിടാം. കള്ളവ് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് വിളിക്കും. എല്ലാ കൈയും പോയി. ഇത്രയേ ഉള്ളൂ ഭക്തി. മനസ്സിലായില്ലേ? വിശുദ്ധ കുർബാനയ്ക്ക് പട്ടക്കാരൻ ചൊല്ലുകയാണ്, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും എവിടെ ഇരിക്കണം? ഉയരങ്ങളിലായിരിക്കണം. നമ്മൾ ലജ്ജയില്ലാതെ പറയുന്നത് എന്തുവാണ്? അവിടെ തന്നെ അച്ചോ അല്ലേ? വീണ്ടും വീണ്ടും പട്ടക്കാരൻ വിശ്വസിച്ചു. നിങ്ങളെ വിശ്വാസം അങ്ങക്ക്, കാരണം നിങ്ങളെ കാണുന്നില്ലല്ലോ അല്ലേ? ചിലടത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു അധികം പ്രായം 10-40 വയസ്സുണ്ട്, പുറത്തുനിന്ന് വന്നതെന്ന് തോന്നുന്നു, ഓർത്തഡോക്സുകാരനാ. വിശുദ്ധ കുർബാന കേൾക്കുക, ചൊല്ലുന്ന എന്തുവാ? ഭയത്തോടും. അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു. അത് കഴിയുമ്പോൾ നമ്മൾ പറയും ഭയഭക്തി കർത്താവിനെ സ്തോത്രം യുക്തവും ന്യായവുമാണ്. വീണ്ടും അച്ഛൻ പറയാണ്, എന്താ? ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ബോധങ്ങളും ആയിരിക്കണം. വീണ്ടും അച്ഛൻ പറഞ്ഞു, ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് എത്ര പേർക്ക് ഭയമുണ്ട്? എത്ര പേർക്ക് ഭക്തിയുണ്ട്? ഇങ്ങനെ ഭയവും ഭക്തിയുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മുടെ ഒരു പള്ളിയിലും പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ കക്ഷിവഴക്കല്ല പറയുന്നത്, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പല പള്ളികളിൽ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ, ഭയവും ഭക്തിയോടും കൂടെ ആരാധിക്കുന്ന മനുഷ്യൻ വസ്ത്രാക്ഷേപം നടത്തുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? പറ. എവിടെ നടക്കുന്നത്? പള്ളിക്കകത്ത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പണ്ട് കസരയിട്ട് ഇരിക്കാൻ പോലും പേടിയും ലജ്ജയും ഉണ്ടായിരുന്ന മനുഷ്യന് ഇന്ന് പള്ളിക്കുള്ളിൽ വസ്ത്രം ഊരാൻ പോലും നാണമില്ല. എത്ര തരം താണ് നമ്മളെത്ര സംസ്കാരശൂന്യരായി. വിശുദ്ധ കുർബാന ചൊല്ലുന്ന വാക്യമോ എന്തോ വിപരീതം ചൊല്ലുന്നത്. അതിന്റെ അല്പമെങ്കിലും പാലിക്കാൻ ഒരു മാന്യമായ സംസ്കാരം നമുക്കുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? പോട്ടെ, ഇതും ഈ അച്ഛന്മാരങ്ങ് വിശ്വസിച്ചു. വീണ്ടും കൈ അങ്ങോട്ട് വിരിക്കുക. നിങ്ങളെ വിശ്വാസം എടുത്തോണ്ടാ. അച്ഛൻ ചൊല്ലിയാണ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗത്തിൽ പേടിൽപ്പെട്ടിരിക്കുന്ന അതിജാതന്മാർ, മാലാഖമാർ, ഋഷേമാലാഖമാർ, മോറാവസന്മാർ, സുൽത്തോനന്മാർ തുടങ്ങിയ ദൃശ്യനും അദൃശ്യനുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും അടങ്ങാത്ത വായുകളോടും അവനന്യമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതി പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇത് കേട്ടുണ്ടോ? ഇതെന്തവാ? യാക്കോബിന് ദക്സയാകുന്ന ഒന്നാമത്തെ ദക്സ. അതിന് അനാഫോറെ ആരംഭിച്ചു കഴിയുമ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, ഈ വിശുദ്ധ കുർബാനയ്ക്ക് സൂര്യൻ വേണം, ചന്ദ്രൻ വേണം, നക്ഷത്രം വേണം, ഭൂമി, സമുദ്രം, വാങ്ങിപ്പോയവർ, നമ്മൾ, മാലാഖമാർ എല്ലാവരും വേണം. ഞാൻ മാത്രമുള്ള ഒരു ഇൻഡിവിജ്വൽ സാൽവേഷൻ അല്ല. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട സർവചരാചരങ്ങളെയും ഏക ബന്ധത്തിൽ ഒരു മേശപ്പുറത്ത് കൊണ്ടുവരുന്ന പ്രക്രിയ പേരാണ് വിശുദ്ധ കുർബാന. ഇന്നിപ്പോ നമുക്ക് എല്ലാം ഉടമ്പടിക്കാരാ. നിങ്ങളുടെ ചുണ്ടനങ്ങും എനിക്കറിയാം. അവിടുന്ന് ഓരോ പേര് പറയുന്നുണ്ട്, എന്തോ കൃപയെന്നോ ഏതാണ്ടൊക്കെ ഉണ്ട്, ബാക്കി ഞാൻ പറയുന്നില്ല. എല്ലാം ഉടമ്പടിക്കാരാ. വിശുദ്ധ കുർബാന എന്താണെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കുന്നവൻ
മനസ്സിലാക്കാത്തവൻ കസ്തൂരിമാന ഇന്നും തപ്പി നടക്കുക. എന്താ, എവിടുന്നാ സുഗന്ധം വരുന്നേ? ആയുഷ്കാലം മനസ്സിലാവത്തില്ല. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന അനുഭവമായി മാറുന്നവൻ അവനൊരു ഉടമ്പടിയിലും പോത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ ഉടമ്പടി നടന്ന സ്ഥലം ഏതാ? എവിടാ? ഗോകുൽത്തായുടെ മലയിൽ എനിക്കും നിനക്കും വേണ്ടി രക്തവും വെള്ളവും ചീന്തി മരിച്ച കർത്താവിന്റെ രക്തത്താൽ വെള്ളത്താൽ മുദ്രയിടപ്പെട്ട ഉടമ്പടിയേക്കാൾ മറ്റൊരു ഉടമ്പടി എങ്ങുമില്ല. ഒരു വിശുദ്ധന് ഉടമ്പടിയില്ല, ഒരു ശുദ്ധിമതിക്ക് ഉടമ്പടിയില്ല. മനസ്സിലാവുന്നോ? കർത്താവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതിനേക്കാൾ പ്രതിപ്പെട്ടവരെ. അതുകൊണ്ടാ പ്രമിയോൻ സദറായിൽ മനോഹരമായി പിതാക്കന്മാർ എഴുതി ചേർത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇഗ്നാത്യോസ് പരിശുദ്ധനായ ഇഗ്നാത്യോസിന്റെ പ്രമേയം എന്തോന്നു? കർത്താവേ, എൻ്റെ ശരീരം നിന്റെ ശരീരത്തോടും എൻ്റെ രക്തം നിന്റെ രക്തത്തോടും കലർന്നതായ സമയത്ത് ഞാനും നിന്നോടായിരിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനും നീ മറ്റൊരു ക്രിസ്തുവാണെന്ന് ബോധം വരണം. അതിനേക്കാൾ വലിയ ഉടമ്പടി നമുക്കില്ല. ഉണ്ടോ? ഈ ശരീരം കർത്താവിൻ്റെ ശരീരത്തോട് കലർത്തപ്പെട്ട ശരീരമാണ്. ഈ രക്തം കർത്താവിൻ്റെ രക്തത്തോട് കലർത്തപ്പെട്ട രക്തമാണ്. ഇതിനേക്കാൾ വലിയ ഉടമ്പടിയോ മറ്റ് ബന്ധമോ എങ്ങുമില്ല. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ കുർബാന ബന്ധങ്ങളുടെ മനോഹരമായ തലമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും വിശുദ്ധ കുർബാന ഒരനുഭവമായിട്ട് മാറിയിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളി ചോദിക്കുക. വിശുദ്ധ കുർബാന നിങ്ങൾക്കൊരനുഭവമായിട്ട് മാറിയിട്ടുണ്ടോയെന്ന്. നമ്മൾ ലോകത്തിൽ ചില മനുഷ്യരൊക്കെ നമ്മളിങ്ങനെ പുച്ഛിക്കും. ഒന്ന് പുച്ഛിക്കുന്ന വിഭാഗമാണ് വിധവമാര്. കല്യാണം കാണാൻ കൊണ്ടുപോകുമോ? പെണ്ണ് കാണാൻ, ചെറുക്കൻ കാണാൻ കൊണ്ടുപോകുമോ? ഒന്ന് പറഞ്ഞേ. ഇല്ല. എന്താ? അവള് വിധവയാ. മച്ചി എന്ന അപരനാമം വിളിച്ചിട്ട് മക്കളില്ലാത്തവരെ മാറ്റി നിർത്തും. ഇന്നും ഈ പരിഷ്കൃതനായ മനുഷ്യന്റെ ജീവിതത്തിൽ അപരിഷ്കൃതയാ. അത് മൊത്തം പിശാച അല്ലേ? ഇന്ന് വരെ നിങ്ങൾ അങ്ങനെയുള്ളവരുടെ മനോവികാരം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും, എനിക്ക് 10 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. 10 വർഷമായിട്ട് പിള്ളേരില്ല. ഒരു പക്ഷേ ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷയം ഉണ്ടാകത്തില്ല. പക്ഷേ എൻ്റെ ഭാര്യ ഏതെങ്കിലും പൊതുസദസ്സിൽ പോകുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴോ എന്തുകൊണ്ടും ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും അല്ലേ? എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. 15 വർഷമായി അവരുടെ സ്വന്തം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട്. ഞാൻ ചോദിച്ചു, അച്ഛൻ ട്രസ്റ്റി ആയിരുന്നോ? അല്ല. സെക്രട്ടറി ആയിരുന്നോ? അല്ല. കമ്മിറ്റിക്കാരനായിരുന്നോ? അല്ല. പെരുന്നാൾ കൺവീനറോ? അല്ല. സാധാരണ ഇങ്ങനെ ആവേശം കയറിയേറ്റെടുത്തിട്ട് ഇടയ്ക്കിട്ടിട്ട് സ്ഥലം വിടും, പിന്നെ പള്ളി കയറത്തില്ല, പിന്നെ വിപരീതമായിട്ട് മാറി. ഇവിടുത്തെ കാര്യമല്ലേ? അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ. ഈ മനുഷ്യൻ പറയാണ്, അച്ഛാ 15 വർഷമായിട്ട് ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്നുള്ളത് വൈദ്യശാസ്ത്രം തെളിയിച്ചതാണ്. അത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഞങ്ങളുടെ വീടിൻ്റെ സ്വകാര്യ ദുഃഖമാണ്. പക്ഷെ ഞങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും ബോധപൂർവമായ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതേ മനുഷ്യൻ പറയുന്നത്. ഒന്നാമതിൻ്റെ ഭാര്യയോട് ചോദിക്കും, ഇതുവരെ വിശേഷമൊന്നും? നിങ്ങൾ ഓർത്തേ, ഒരു സുഖമാത് അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ അനുഭവിക്കാവുന്ന കാഠിന്യമായ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് ബോധപൂർവം ചോദിക്കുക, ഇതുവരെ നിനക്ക് വിശേഷമൊന്നും ആയില്ലയോ? രണ്ടാമത് പറയും, പിള്ളേരില്ലാത്തത് കൊണ്ട് വീട്ടിൽ വല്ലോ പ്രശ്നം എന്ന് പറഞ്ഞേ. പ്രശ്നം ഉണ്ടോ? എന്തൊരു കാര്യമെന്ന് അറിഞ്ഞില്ലേ? ഇപ്പൊ പ്രശ്നം തീർക്കും. 3, ഈ മനുഷ്യൻ്റെ പറഞ്ഞതാ. 3, ഇന്നടത്തൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ഇപ്പോൾ ഒന്ന് കാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊച്ചിനെ കിട്ടും. 4, ഇന്നടത്തൊരു പ്രാർത്ഥനയുണ്ട്, അവിടെ പോയാൽ ഇന്ന പ്രാർത്ഥന, ഇന്ന ധ്യാനം കൂടി എന്ത് കിട്ടും? എടാ, ഇടി വെട്ടിക്കും ദൈവത്തിന് വെടി വെട്ടിക്കാനുള്ള കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. 5, നിങ്ങളുടെ വീട്ടിലെ എന്തേലും ദോഷം കാണും. എന്താ?
ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാ. എടാ, ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. സർപ്പത്തിന്മേലും അണലിന്മേലും ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിക്കും എന്ന് കൽപ്പിച്ചൊരു കർത്താവിനെ എല്ലാ സന്ധിക്കും ധ്യാനിച്ചു വായിച്ച് ഉറങ്ങാൻ കിടക്കുന്ന നീ പറഞ്ഞു കൊടുക്കുക നിന്റെ വീട്ടിൽ ദോഷം കാണുമെന്ന്. ഇത് കൊള്ളരായ്മയല്ലയോ? ആണോ അല്ലയോ? ഈ മനുഷ്യൻ പറഞ്ഞു. കേട്ട് കേട്ട് മടുത്തുകൊണ്ട് ഞാൻ 15 വർഷത്തിലധികമായി ഇപ്പോൾ എൻ്റെ പള്ളിയിലോട്ട് പോയിട്ട് ഞാൻ പാലിക്കരയിലോ വരുമലയിലോ ആദ്യത്തെ കുർബാന കൂടിയിട്ട് ഞാൻ അങ്ങ് വീട്ടിൽ പോവും. അച്ഛാ, അത് മതി, അടക്കുമ്പം കൊണ്ട് എന്നെ അടക്കിയാൽ മതി, പോട്ടെ. ഞാൻ പറഞ്ഞു 10 വർഷമായി എനിക്ക് പിള്ളേരില്ലായിരുന്നു. എന്നോട് ഇങ്ങനെ പലരും ചോദിച്ചു, അച്ഛാ ഒന്നും ആയില്ലേ അച്ഛാ, ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അച്ഛാ? എന്തൊരു സ്നേഹം കൊണ്ടൊന്നും അല്ലെന്നേ. സ്നേഹം കൊണ്ട് ചോദിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ അക്കോച്ചൻ എൻ്റെ പലപ്പോഴും കൈ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, മോനെ പ്രാർത്ഥിച്ചോളാം, അത് മതി. വേറെ വല്ല അറിയണോ? എന്ന് പറയണ്ടേ? മോനെ പ്രാർത്ഥിച്ചോളാം. നമുക്കൊരു ബലം, അത് അതിനകത്തൊരു പോസിറ്റീവുണ്ട്, ദൈവം സർത്തുന്നൊരു വിശ്വാസമുണ്ട്, അതിനകത്തൊരു ആത്മാർത്ഥതയുണ്ട്, പോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ കൈയുടെ വേദനയൊക്കെ ആയിട്ട് വെല്ലൂർ വരെ ഒന്ന് പോയി, ഞാനും ഭാര്യയും കൂടെ. അപ്പം ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഡോക്ടർ എലിയാമ്മ, അവിടുത്തെ ഗൈനക്കോളജിസ്റ്റാണ്, വലിയൊരു സ്ത്രീയാണ്, വലിയ പൊസിഷൻ ഇരിക്കുന്ന ആളാണ്, വെല്ലൂരിൻ്റെ ട്രഷറാറാണ്. അപ്പോൾ പോയെന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു, ആൻറ്റി ഈ കൊച്ചിന് 10 വർഷം കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരൊന്നും ആയില്ല, ആൻറ്റി ഒന്ന് നോക്കുമോ? അപ്പോൾ ആൻറ്റി വിളിച്ചുകൊണ്ട് പോകുന്ന ചോദിച്ചു, മോടെ ആരാ? ശുഭോച്ചൻ. അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി നോക്കി. ഡോക്ടർ പറഞ്ഞു, നമുക്ക് അച്ഛാ ഒരു ബയോപ്സി എടുക്കണം. ബയോപ്സി എന്ന് കേട്ടാൽ നമ്മൾ ഉള്ളൊന്ന് കിടുങ്ങും. കാരണം എന്താ? സംതിങ് റോങ് അതിനകത്തുണ്ട്, എന്തോ പ്രശ്നമുണ്ട് അല്ലേ? അങ്ങനെ ബയോപ്സി എടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഡോക്ടർ വിളിച്ച് പറഞ്ഞു, അച്ഛോ മാലിഗ്നൻസിയാണ്. മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ക്യാൻസറിൻ്റെ ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജാണ്. അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ട് അച്ഛാ. ഇനിയും ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാണ്ട് പറ്റുമോ എന്ന് പ്രയാസമാണ്, നടക്കുന്ന കാര്യമല്ല അച്ഛാ എന്നൊക്കെ ഉണ്ട് പറഞ്ഞു. എങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നു. മാസാമാസം വലിയൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. വന്ന് 8 മാസത്തെ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് 8ാം മാസം വീണ്ടും ബയോപ്സി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നൗ ദ യൂട്രസ് ഈസ് ഓക്കെ. ഇപ്പോൾ യൂട്രസ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അത് ഡോക്ടർ വന്ന് ഒരു താമസിക്കാൻ പറഞ്ഞു. ഞങ്ങൾ താമസിച്ചു. ഞാൻ ഒരു ദിവസം ബുധനൂർ, അച്ഛനുള്ളപ്പോഴാണെന്ന് തോന്നുന്നത്, ബിനു അച്ഛനാണ് ബുധനൂർ ഞാൻ കൺവെൻഷന് പോകുന്ന വഴിക്ക് എൻ്റെ ഭാര്യ വിളിച്ചു, അച്ഛാ ഭയങ്കര തലകറക്കവും ഒക്കെ ഉണ്ട്, എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, ഡോക്ടറെ പോയി കാണ്. ഡോക്ടറെ കണ്ടു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രിൻസി യു ആർ ക്യാരിങ് 1.5 മാസമായെന്ന്. ഞാൻ കൺവെൻഷൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ വിളിച്ചു, അച്ഛാ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ മണ്ടന, ബ്ലഡ് മാറിപ്പോയതാ, നീ ആരോടും പറയണ്ട കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോഴും പോസിറ്റീവാണ്. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഫുൾ ബെഡ് റെസ്റ്റ് അല്ലേ? ഫുൾ ബെഡ് റെസ്റ്റ്. കോട്ടയം മുതൽ കുന്നംകുളം വരെ പോയാൽ 14 പ്രഗ്നൻസി കെയർ 20,000 മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള പാക്കേജിൽ ലഭ്യമാണ് കേട്ടോ. പോട്ടെ. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഫുൾ ബെഡ് റെസ്റ്റ്. അങ്ങനെ 2ാം മാസം സ്കാനിങ് എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് അബോർട്ട് ചെയ്യണം. 3ാം മാസം സ്കാനിങ് ഡോക്ടർ പറഞ്ഞു, അബോർഷൻ. 4ാം മാസവും 5ാം മാസവും ഡോക്ടർ പറഞ്ഞു, അബോർട്ട് ചെയ്തേ പറ്റൂ. കാരണം സെൻട്രൽ പ്ലാസൻ്റ അക്രീറ്റ, നേഴ്സുമാർക്ക് അറിയാമായിരിക്കും. സെൻട്രൽ പ്ലാസൻ്റ അക്രീറ്റ, കുഞ്ഞ് തല കുത്തി കിടക്കുന്നു, കുടല് കുരുങ്ങി കിടക്കുന്നു. അതുമാത്രമല്ല, യൂട്രസിൽ മുഴുവൻ ബ്ലഡ് ഇങ്ങനെ വേര് പിടിച്ച് കട്ടിയായി കിടക്കുകയാണ്. ഈ ഉള്ള കുഞ്ഞിന് മൂവ്മെൻ്റ് ഇല്ല. ഇതകത്തിന് ഇൻഫെക്ഷൻ ആകും, ആളും മരിക്കും, കുഞ്ഞും മരിക്കും. മനസ്സിലായോ? അമ്മയും മരിക്കും, കുഞ്ഞും മരിക്കും. ഇതാണ് സെൻട്രൽ പ്ലാസൻ്റ അക്രീറ്റ എന്ന് പറയുന്ന പ്രശ്നം. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്ത് ചെയ്യണം? ഇത് നമുക്ക് അബോർട്ട് ചെയ്ത് പറ്റൂ, അല്ലെങ്കിൽ പ്രിൻസിയുടെ ജീവനത് ഭീഷണിയാണ്. അപ്പോൾ ഒരു സ്വർഗ്ഗാരോഹണ പെരുന്നാളാണ്. ഞങ്ങൾ ബാംഗ്ലൂരുണ്ട്. ഞാനും എൻ്റെ സഹോദര ഭർത്താവ് വൈദികന്, ഞങ്ങൾ എൻ്റെ ഒരു ബ്രദർ അച്ഛനുമുണ്ട്. അപ്പോൾ എന്നോടൊരു ഭാര്യ പറഞ്ഞു, അച്ഛാ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പ്രിപ്പയറായി കിടക്കാം, എനിക്കൊന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണം, നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ. അങ്ങനെ ഒരുങ്ങി കിടന്നു. ഞങ്ങൾ രാവിലെ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് വിശുദ്ധ കുർബാനയുമായിട്ട് അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊടുത്തു. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ചെറിയ നടുവിന് വേദന ആരംഭിക്കുന്നു. വെളുപ്പാങ്കാലമായപ്പോഴേക്കും ലോകത്തൊരു മനുഷ്യനും കണ്ടു നിൽക്കുവാൻ പറ്റാത്ത പോലെ
സിവിയറായ ബ്ലീഡിങ്. എന്തു ചെയ്യും? നമുക്ക് ഭാഷ അറിയില്ല, നമ്മളെ അറിയുന്നവരോടില്ല, നമുക്കൊന്നും, നമ്മൾ അനാഥപ്പെട്ട് നിൽക്കുക, ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ, നിസ്സംഗമായി നിസ്സംഗതയോടെ നിന്നൊരു സമയമുണ്ട്, എന്തു ചെയ്യണം അറിയാൻ വയ്യാതെ. അപ്പോൾ അവിടെ ഒരു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഞങ്ങളുടെ വാടകയ്ക്കാണേ, ഒരു കൊച്ചു പയ്യനാണ്. അവൻ എവിടുന്നോ ഞങ്ങളുടെ ഈ പരവേശം കണ്ട് ഒരു ആംബുലൻസിനകത്ത് വിളിച്ചു വരുന്നു. വെളുപ്പിനെ 3 മണിക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞു അപ്പോളോ ശേഷാദ്രിപുരം ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നു, ഡോക്ടേഴ്സ് പരിശോധിച്ചു, പെട്ടെന്ന് കുറേ പേപ്പറുണ്ടെന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ചെയ്ത് എന്തവാ, കൺസേൺ എഴുതി കൊടുക്കണം, അമ്മയും കുഞ്ഞും മരിക്കും, ആശുപത്രി അതിന് ഉത്തരവാദിയല്ല. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അരമണിക്കൂറിനുള്ളിൽ ഐസിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 4-5 മണിക്കൂറിനുള്ളിൽ അബോർഷൻ നടത്താനായിട്ട് പോവുകയാണ്. ഞാനൊരു ചുമല കസേരയിൽ ഐസിയുവിൻ്റെ വാതുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ മനോഹരമായൊരു പ്രാർത്ഥന ഇങ്ങനെ പൊന്തി തെളിഞ്ഞു വന്നു. എന്താണെന്നറിയാമോ? ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല, കർത്താവേ എനിക്കെൻ്റെ ഭാര്യയെ തിരിച്ചു തരണം, ആറ്റുനോറ്റ് 10 വർഷത്തിന് ശേഷം ഉദരത്തിലുണ്ടായി കുഞ്ഞിനെ തരണം, ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ വന്ന പ്രാർത്ഥന ഇതാണ്, കർത്താവേ എന്നോട് കരുണ തോന്നണം. ഇതെവിടുത്തെ പ്രാർത്ഥനയാണ്? വിശുദ്ധ കുർബാനയ്ക്ക് പ്രാർത്ഥനയാണ്. കർത്താവേ എന്നോടെന്നാണോ ഞങ്ങളോടെന്നാണോ? ശരി, ഒന്ന് പറഞ്ഞേ, എന്നോടാണോ ഞങ്ങളോടാണോ? ഞങ്ങളോടെന്നാ, എന്നോടൊന്ന് കൈപൊക്കിക്കേ ഉള്ളവര്, എന്നോടൊന്ന് കൈപൊക്കിക്കേ. ഞങ്ങളോട് കൈപൊക്കിക്കേ. അതാ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം അല്ലേ? ഒരിക്കലും ഒരച്ഛനും അങ്ങനെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കത്തുമില്ല. കർത്താവേ എന്നോട് ഉത്തരമരുളണം. അനീൻ മോറിയോ, കർമ്മേൽ മലയിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ്. ബാലിൻ്റെയും അശേരാ പ്രതിഷ്ഠകളുടെയും ആളുകൾ നിൽക്കുകയാണ്, പ്രവാചകന്മാർ നിൽക്കുകയാണ്. ഹോമകുണ്ഡം തയ്യാറാക്കപ്പെട്ടു. ഏലിയാവർ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, അഗ്നി ഇറങ്ങട്ടെ. അവർ പ്രാർത്ഥിച്ചു, ഭൂമിയിൽ മാന്തി തമ്മി തല്ലി. പക്ഷെ അഗ്നി ഇറങ്ങിയോ? ഇല്ല, അഗ്നി ഇറങ്ങിയില്ല. ഏലിയാവ് മൂട്ടേ നിന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് ഉത്തരമരണം. അഗ്നി ഇറങ്ങി, ആ പ്രദേശം മുഴുവൻ തീ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പട്ടക്കാരൻ ദർഗായിൽ നിൽക്കുന്നത് ഏലിയാവിന്റെ സ്ഥാനത്താണ്. പട്ടക്കാരൻ ഏലിയാവിനെ പോലെ നിന്നിട്ട് തന്റെ മുൻപിൽ അപ്പമുണ്ട്, വീഞ്ഞുണ്ട്. തന്റെ പൗരോഹിത്യത്തിന്റെ കരങ്ങൾ ഉയർത്തി, പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പം ശരീരമായി മാറണം, പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസ രക്തമായിട്ട് മാറണം. മനസ്സിലായോ? അതുകൊണ്ട് പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഈ ജനത്തിനു വേണ്ടി ഈ ഗോതമ്പപ്പം ഇത് നിന്റെ ശരീരമാവണം, ഈ വീഞ്ഞ് നിന്റെ രക്തമാവണം. അങ്ങനെയാണ് പട്ടക്കാരൻ. അതുകൊണ്ട് എന്നോട് ഉത്തരമരുളണം. ഞാനും ഐസുവിൻ്റെ വാതിക്കരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെൻ്റെ മനസ്സിൽ, വേറെ ഒന്നും എൻ്റെ മനസ്സിൽ വരും, അതൊന്നും എനിക്കറിയത്തില്ല എന്നാന്നുള്ളത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പം ഡോക്ടർ രാജീവ്, മൂവാറ്റുപുഴ സ്വദേശിയാണ്, അദ്ദേഹം വന്ന് എൻ്റെ തോളയൊക്കെ തട്ടിയിട്ട് അകത്തോട്ട് കയറിപ്പോയി. കുറേയേറെ സമയം കഴിഞ്ഞും മറ്റു കുറേ ഡോക്ടർമാരും സ്റ്റാഫും ഒക്കെ ഓടിക്കയറുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അകത്ത് സംഭവിച്ചിട്ടുണ്ട്, അത് നിരാശയായിരിക്കാം. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കൈ കുത്തി ഇങ്ങനെ ഇരിക്കുന്നത് കസേരയിൽ. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, ഈ ഡോക്ടർ വീണ്ടും ഇറങ്ങി വന്നിട്ട് എൻ്റെ തോളെ തട്ടി. നിങ്ങൾ ഓർക്കണം, ഒരു ഹൈന്ദവനായ ഡോക്ടർ രാജീവ്, ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്യം, ഒരു വാക്ക് ഇന്നും ഓരോ വിശുദ്ധ കുർബാനയ്ക്കും ഈ ചെവിയിൽ ഇങ്ങനെ കിടന്നടിക്കും. ഒരു ഹൈന്ദവനായ മനുഷ്യൻ പറയാണ്, ഫാദറെ സംതിങ് പ്രഷ്യസ്. എന്താ? മരുന്നെന്ന് പോലുമല്ല മനുഷ്യൻ പറഞ്ഞത്. ഫാദറെ സംതിങ് പ്രഷ്യസ്, ഈ പദം ഉപയോഗിച്ചത്. പ്രിൻസിയുടെ വയറ്റിൽ ചെന്നപ്പോ ഈ കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയായി കിടന്ന, പ്രിൻസിക്ക് ഭീഷണിയായി കിടന്ന ഈ മുഴുവൻ അക്രീറ്റായും ഇത്രയും നേരത്തെ സിവിയറായ ബ്ലീഡിങ്ങിൽ പുറത്തുപോയി. എന്താ?
എന്ത് കാരണത്താൽ അത് പോയി? ഇന്ന് ഞാൻ പറയും, ഷിബു ടോം വർഗീസ് അച്ഛന്റെ ബന്ധത്തെ ദൈവത്തിന് അടച്ചു നിർത്താമായിരുന്നു. മുമ്പേ പറഞ്ഞ പോലെ ചിലരൊക്കെ ഇങ്ങനെ പരിഹസിച്ച് മാറ്റി നിർത്തുമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കണ്ണു തുറന്നാൽ, ദൈവം നിന്റെ മേലെ ഒരു ആഗ്രഹം വെച്ചാൽ, ദൈവം നിന്റെ അതിർത്തിയുടെ കുറ്റി മാറ്റിയടിക്കണം വിചാരിച്ചാൽ, നിനക്കോ എനിക്കോ തടയാൻ പറ്റില്ല, എനിക്കോ നിനക്കോ തടസ്സപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ നിന്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും അപ്പുറമാണ്. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം തോറ്റെടുത്ത്, മനുഷ്യന്റെ ബുദ്ധി പരാജയപ്പെടുത്തരുത്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നതാണ്, നിന്നെ കൂടെ നിർത്തുന്നതാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. എന്താ ചോദിക്കുന്നത്? ജീവിതത്തിൽ ഇതൊക്കെ അനുഭവമായിട്ട് മാറണം. വഴക്കുണ്ടാക്കാനല്ല പള്ളി. നിന്റെ ബന്ധങ്ങളുടെ വിശാലത ഊട്ടിയുറപ്പിക്കുന്ന സ്ഥലമാവണം പള്ളികൾ. അങ്ങനെ ഈ അക്രീറ്റ മുഴുവൻ പുറത്തുപോയി. 8-ാം മാസം പകുതിയായപ്പോൾ ഡോക്ടർ വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടായി. ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതങ്ങളാണ്. അപ്പോൾ ഡോക്ടർ വിളിച്ചു പറഞ്ഞു, ഇന്ന് തന്നെ സിസേറിയൻ ചെയ്യണം, ഒരു ഞായറാഴ്ചയാണ്. ഞാൻ ആനപ്രമ്പ പള്ളി വികാരിയാണ്. കുർബാന കഴിഞ്ഞ് 11 മണിക്ക് ഇരിക്കുമ്പോൾ വീട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് കോൾ വന്നു, അച്ഛാ പെട്ടെന്ന് കയറി വാ, ഇന്ന് സിസേറിയൻ നടത്താൻ പോവാ, വീണ്ടും ചെറിയ ബ്ലീഡിങ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പെട്ടെന്ന് ഓൺലൈനിൽ ടിക്കറ്റ് നോക്കി ടിക്കറ്റ് എടുത്തു. ഞാൻ തിരുമേനിയെ വിളിച്ചു, തിരുമേനി ഇങ്ങനൊരു സംഭവമാണ്, ഞാൻ ഒന്ന് പൊക്കോട്ടെയോ? കുഞ്ഞ് പോയിട്ട് വാ, വളരെ വേഗം പൊക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എയർപോർട്ടിൽ ചെന്ന് ബോർഡിങ് കഴിഞ്ഞിരിക്കുമ്പോൾ തിരുമേനിയുടെ ഒരു കോള്, ഞങ്ങളുടെ ഇടവമെത്രാപ്പൊലീത്താടെ, കുഞ്ഞ് എവിടായി? തിരുമേനി എയർപോർട്ടില്ല, ധൈര്യമായിട്ട് പോ. കുഞ്ഞേ, അത് എൻ്റെ മനസ്സിൽ കിടക്കുക. കുഞ്ഞിനുണ്ടാകാൻ പോകുന്നൊരു ആൺകുഞ്ഞാണ്. തിരുമറിയാലോ, ആൺകുഞ്ഞാണ്. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, കുഞ്ഞവന് ഇമ്മാനുവേൽ എന്ന് പേരിടാമോ? ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നിൻ്റെ ജീവിത ബന്ധങ്ങളുടെ മനോഹരമായ സഖിയാണ്. എൻ്റെ കൂടെ ഉള്ളവൻ. ലോർഡ് വിത്ത് അസ്, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. ഞാൻ അവിടെ ചെന്നു, സിസേറിയൻ കഴിഞ്ഞു. കുഞ്ഞിനെ എന്നെ ഐസിയിലോട്ട് കൊണ്ടുപോയി, അമ്മയെ ഐസിയിലും കൊണ്ടുപോയി. ഞാൻ ആദ്യം അമ്മയെ കണ്ടു. എൻ്റെ ഭാര്യ അബോധാവസ്ഥയിലാണ്. മമ്മിയും ഒക്കെ പറഞ്ഞു ആൺകുഞ്ഞാണ്. എന്താണ്? ആൺകുഞ്ഞാണ്. ഞാൻ ചെന്ന് ദൂരേന്ന് അടുത്ത് തൊട്ട് വിട്ടില്ല, ദൂരേന്ന് കണ്ടു. ഞാൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു, ഇമ്മാനുവേലേ, ഇമ്മാനുവേലേ, ഇമ്മാനുവേലേ. ഇന്നലെ ഇമ്മാനുവേലിന് 2.5 വയസ്സായി. ഇമ്മാനുവേലിന് 2.5 വയസ്സായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മനുഷ്യരിലായിരിക്കാം ദൈവം ആദ്യം ഇടപെടുന്നത്. ദൈവത്തിന് ആവശ്യമുള്ളത് ഊനമുള്ളതിനെയാണ്. ഊനമുള്ളതിനെ നീ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ നീ ഒരു ക്രിസ്തുവായിട്ട് മാറും. ഈ ഒരു സാധ്യതയാണ് ക്രൈസ്തവന് ദൈവം തന്നിരിക്കുന്നത്. ബലക്ഷയമുള്ളവനെ, അംഗവൈകല്യമുള്ളവനെ, ബുദ്ധിഭ്രമമുള്ളവനെ, അന്നത്തിന് വകയില്ലാത്തവനെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ നീ ഒരു ക്രിസ്തുവായിട്ട് മാറും. ഈ ഒരു ബന്ധത്തിൻ്റെ ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ, സമയം അല്പം ഓടി. മൂത്തവൻ നിന്റെ അപ്പനായിരിക്കണം. മൂത്ത സ്ത്രീ നിന്റെ അമ്മയായിരിക്കണം. ഇളയവൻ നിന്റെ സഹോദരനായിരിക്കണം. ഇളയവൾ നിന്റെ സഹോദരിയായിരിക്കണം. ഇങ്ങനെ ഒരു വിശാലമായ ബന്ധം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുവാണെങ്കിൽ, ഞാനോ നീ അതിന് കാരണമാകുവാണെങ്കിൽ, ഞാൻ പറയും നീ ക്രിസ്തുവാണ്. നിന്നെ കാണുന്നത് ക്രിസ്തുവായിട്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കൊണ്ട് നാം പഠിക്കേണ്ടുന്ന പാഠം ഇതാവണം. വിശുദ്ധമായ ബന്ധങ്ങൾ സൃഷ്ടിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, മോൻ്റെ പേരെന്തുവാ? കണ്ണട വെച്ച മോൻ്റെ പേരെന്തുവാ? ആൻ. മോൻ്റെ പപ്പ ഇന്ന് മോനൊരു ഉമ്മ തന്നോ? കൊച്ചൻ പപ്പയെ തപ്പുക. മോൻ്റെ പേരെന്തുവാ? ഇതിന് മമ്മി എന്നൊരു ഉമ്മ തന്നോ? സത്യം, പിള്ള മനസ്സിൽ കള്ളമില്ല. ഇങ്ങനെ ഞെളിഞ്ഞിവിടിരുന്നു. സിമ്പിൾ കാര്യം പറയുന്നേ. ജന്മം നൽകിയ സ്വന്തം മക്കൾക്ക് പോലും ഒരു ഉമ്മ കൊടുക്കാൻ കഴിയാത്ത നീയും ഞാനും പരാജയപ്പെട്ടവനാ.
ഇന്ന് വൈകിട്ട് മുതൽ നിൻ്റെ കുഞ്ഞ് വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കൂടെ പോയിരുന്ന് അവൻ്റെ നെറുകയിൽ തലോടി അവൻ്റെ കവിളിൽ 2 ഉമ്മ കൊടുത്ത് അവൻ്റെ അപ്പനൊന്ന് കൂടെ കിടന്നേ ഒരു കുറച്ചു നേരം. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയൊന്ന് കൂടെ കിടക്കുവോ, രാവിലെ അപ്പൻ അവിടെ തലേ കൈവച്ച് അനുഗ്രഹിക്കുകയോ, നെറുകയിൽ ഒരു ഉമ്മയൊന്ന് കൊടുത്ത് നോക്കിക്കേ. നമുക്കൊക്കെ ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം വരണമെന്നാണ്. നമ്മളൊന്നും ചിരിക്കത്ത് പോലും ഇങ്ങനെ പിടിച്ചു കെട്ടി വച്ചേക്കുക. നമ്മൾ ഉമ്മ കൊടുക്കും, ആർക്കറിയാമോ? ശവത്തിന്. ചത്ത് കഴിയുമ്പോൾ വലിയ ക്യൂവാ. ലോകത്തേതെങ്കിലും ഒരു ശവം എഴുന്നേറ്റ് നല്ല ഉമ്മയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ജീവനോടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ ദിവസങ്ങളൊക്കെ ഞാൻ വളരെ വേദനയോടെ പോകുന്ന ദിവസങ്ങളാണ്. എൻ്റെ അപ്പൻ ക്രിട്ടിക്കലായിട്ട് ICUവിലാണ്. എൻ്റെ അപ്പൻ ദിവസങ്ങൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ വചന പ്രബോധന ശുശ്രൂഷ ജീവിതം കൊണ്ട് ഇഷ്ടമാണെന്നും എൻ്റെ വിശ്വാസമാണ്. ഞാൻ ഇവിടെ 2 മണിക്കൂർ ചിലവഴിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ അപ്പൻ 2 മണിക്കൂർ കൂടുതൽ ആയുസ് കൊടുക്കും. ഇനിയാന്ന് പോയിട്ട് എൻ്റെ അപ്പൻ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞതാണ്. വീണ്ടും ഒരു പൾസ് കിട്ടി. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന കാര്യമുണ്ട്. എൻ്റെ അപ്പന് ഞാൻ കൂടെ ഇരുന്ന് തലോടും. എൻ്റെ അപ്പന് നെഞ്ചിൽ കിടക്കും. എൻ്റെ അപ്പൻ്റെ പാത്രത്തിൽ ആഹാരം ഞാൻ വാരി കഴിക്കും. ഇവരില്ലാതായാൽ ആ ശൂന്യത വലുതാണ്. നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ മക്കളോ സഹോദരങ്ങളോ നമ്മുടെ വല്യപ്പച്ചനോ വല്യപ്പച്ചയ്ക്ക് ഇല്ലാതാകുമ്പോൾ ആ ശൂന്യത വലുതാണ്. നമ്മുടെ ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ സുതാര്യതയും വിശുദ്ധിയും കാത്തുപരിപാലിക്കണം. നമ്മുടെ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നണം, ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ അപ്പയ്ക്കും എൻ്റെ അമ്മയ്ക്കും സങ്കടമുണ്ടാകും. ഈ ഒരു ഫീൽ കൊടുക്കാത്തിടത്തോളം കാലം നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് ദൈവം എന്ന നല്ല ബന്ധങ്ങൾ, വിശുദ്ധമായ ബന്ധങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഒരു 3-4 മണിക്കൂർ പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അവസാനിപ്പിക്കുക. ഈ ബന്ധങ്ങൾ കാത്തു പരിപാലിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഈ നോമ്പ് അതിന് ഉപയുക്തമാവട്ടെ. നിങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, ഇതെങ്കിലും ഒന്ന് പാലിക്കാൻ ശ്രമിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അനുവാദവും ആശീർവാദം നൽകിയ എൻ്റെ സഹോദരങ്ങളായ പ്രിയപ്പെട്ട ജിബുവച്ചൻ, പ്രിയപ്പെട്ട അക്കോച്ചൻ, പ്രിയപ്പെട്ട അജിത്തച്ചൻ, ശ്രേഷ്ഠരായ വൈദിക പിതാക്കന്മാരോട് നിങ്ങളെല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.